ബിഗ് ബോസിൽ കീരിയും പാമ്പുമായിരുന്നു തുടക്കത്തിൽ അനുമോളും അനീഷും. ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കും ഇരുവരും പോരടിച്ചു. എന്നാൽ പതിയെ ഇരുവർക്കുമിടയിലെ പോര് അവസാനിച്ചു എന്ന് മാത്രമല്ല, സൗഹൃദം മുട്ടിടുകയും ചെയ്തു. ആ സൗഹൃദം ഇതാ ഇപ്പോൾ പ്രണയമായി മാറിയിരിക്കുന്നു. തനിക്ക് അനുമോളോട് പ്രണയമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അനുമോളോട് ഹൌസിൽ വെച്ച് അനീഷ് തുറന്നു പറഞ്ഞു. അനീഷും അനുമോളും തമ്മിൽ നടത്തിയ പ്രാങ്ക് മാത്രമായിരിക്കാം ഇതെന്നാണ് പ്രേക്ഷകർ ആദ്യം കരുതിയത്. എന്നാൽ ലൈവിൽ വന്നതോടെ പ്രേക്ഷകരുടെ ആ സംശയം മാറി. ഇപ്പോൾ ബിഗ് ബോസ് ഹൌസിന് പുറത്ത് ആരാധകർക്കിടയിൽ ഈ സംഭവം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അനീഷിനെ പോലൊരാൾ എന്തിനാണ് ഇപ്പോൾ അനുമോളോട് ഇത്തരത്തിലൊരു വിവാഹാഭ്യർത്ഥന നടത്തിയതെന്നാണ് പലരുടെയും ചോദ്യം. അനീഷിന്റെ അവസാന തന്ത്രമാണിതെന്നും അയാൾ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനാണെന്നുമാണ് ചില ബിഗ് ബോസ് ആരാധകർ പറയുന്നത്. വിവാഹമോചിതനും സ്ത്രീ വിരോധിയുമായ കോമണർ എന്ന ടാഗോട് കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരിക്കാൻ അനീഷ് എത്തിയത്. ഇതുവരെ ബിഗ് ബോസ് സീസണുകളിൽ പങ്കെടുത്തിട്ടുള്ള കോമണേഴ്സിൽ 93 ദിവസം ഹൌസിൽ പൂർത്തിയാക്കിയവരില്ല. അനീഷ് കപ്പടിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന പ്രേക്ഷകരും ബിഗ് ബോസിനുണ്ട്. ഇപ്പോഴിതാ മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ അനുമോളെക്കുറിച്ചും അനീഷിനെക്കുറിച്ചും ചില വിവരങ്ങൾ ഉൾപ്പെടുത്തി ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി വിവാഹമോചന സമയത്ത് അനീഷിന്റെ പേരിലുണ്ടായിരുന്ന ഒരു FIR സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ചും പുതിയ വീഡിയോയിൽ സായി കൃഷ്ണ സംസാരിച്ചു. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് കരുതിയതാണ്. അനുമോളുടെ അന്തം ഫാൻസ് കാരണമാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അനീഷിന്റെ വിവാഹമോചന സമയത്തുണ്ടായ കേസിന്റെ FIR വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നതിനെ കുറിച്ചാണ്. ഒക്ടോബർ 20-ന് എനിക്ക് ഈ FIRന്റെ ഒരു കോപ്പി കിട്ടിയിരുന്നു. എന്നിട്ടും ഇന്നേ വരെ ഇതേക്കുറിച്ച് മിണ്ടാതിരുന്നത് കൃത്യമായ കാര്യവും കാരണവും ഉള്ളതുകൊണ്ടാണ്. അതെടുത്ത് വീണ്ടും ആ കണ്ടസ്റ്റന്റിനെതിരെ ഇടേണ്ട കാര്യമില്ലെന്ന് എനിക്ക് പേഴ്സണലി ബോധ്യപ്പെട്ടിരുന്നു. അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുള്ളത് അനുമോൾ അനീഷ് പ്രപ്പോസൽ സീനിനെ കുറിച്ചാണ്. ആ സംഭവത്തിൽ ഒരു 90% അനീഷ് ജെനുവിനാണെന്ന് തോന്നിയിരുന്നു. 10% മാത്രമാണ് ഗെയിമായി തോന്നിയത്. എന്നാൽ അനീഷിനെ ഈ ട്രാപ്പിൽ കൊണ്ടുപോയി ഇട്ടത് അനുമോളാണെന്നത് അനുവിന്റെ അന്തം ഫാൻസിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുറത്തെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തയുള്ള അനുമോളാണ് അനീഷിനോട് ലവും ഹാർട്ടും ഒക്കെ കാണിച്ച് അനീഷിനെ ഇമോഷണൽ ട്രാപ്പിൽ വീഴ്ത്തിയത്. അതിന്റെ തെളിവായുള്ള പല വീഡിയോകളും ഏഷ്യാനെറ്റ് തന്നെ പലപ്പോഴായി പുറത്തുവിട്ടിട്ടുണ്ട്. അനീഷിന്റെ പേരിൽ പ്രചരിക്കുന്ന FIRനെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 2019 കല്യാണബന്ധം വേർപെടുത്തുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള FIR ആണ്. 1 മുതൽ 4 കൂടിയ പ്രതികളിൽ 1-ാം പ്രതി ക്രിസ്ത്യൻ മതാചാര പ്രകാരം 17/2/2019 തീയതി ആവലാധികാരിയെ വിവാഹം കഴിച്ച് കോടന്നൂരിലുള്ള പ്രതിയുടെ വീട്ടിൽ താമസിച്ചു വരവെ 22/2/2019 തീയതി മുതൽ 15/10/2019 തീയതി വരെ ആവലാധികാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ആവലാധികാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വിവാഹം ചെയ്ത ശേഷം ആവലാധികാരിക്ക് ലഭിക്കേണ്ടതായ സ്നേഹത്തോടെയുള്ള ദാമ്പത്യബന്ധം പുലർത്തി ജീവിക്കാതെയും 1 മുതൽ 4 കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞും മറ്റും ഒത്തൊരുമിച്ചും ഉത്സാഹികളായി വർത്തിച്ചു കാര്യം എന്നായിരുന്നു FIR വന്നാൽ പിന്നീട് അതിൽ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ പരിശോധിക്കാറുണ്ട്. ഡിവോഴ്സിന് മുൻപ് ഇങ്ങനൊരു യൂഷ്വൽ സാധനം പൊതുവെ ഇറങ്ങാറുണ്ട്. 2021 ഈ കേസിൽ ഇവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചിരുന്നു. സെറ്റിലായ കേസാണ് ഇതെന്നും സായി കൃഷ്ണ വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്.